കോഴിക്കോട് കക്കോടി ബെബ്ക ഔട്ട്ലെറ്റിൽ നടന്ന മോഷണത്തെക്കുറിച്ചാണ്. അവിടെ നിന്നും 11 കുപ്പി മദ്യം 4 യുവാക്കൾ ചേർന്ന് മോഷ്ടിച്ചിരുന്നു. ഈ 4 യുവാക്കൾ മോഷ്ടിച്ചത് 4 ദിവസമായിട്ടാണ്. 11 കുപ്പി, ഏകദേശം 3000 രൂപയോളം വില വരുന്ന വിദേശ മദ്യക്കുപ്പികളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ അന്നശ്ശേരി സ്വദേശിയായ ആസിഫ്, സച്ചിൻ പ്രഭാകർ എന്നിവരിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. CK വിജയനാണ് ഈ വിവരങ്ങൾ നൽകാൻ നമ്മുടെ കൂടെ ഉള്ളത്. CK, കണ്ടിട്ട് ചെറുപ്പക്കാരാണ്, ഒരുപാട് പ്രായമുള്ളതായിട്ടൊന്നും തോന്നില്ല. എന്ത് തന്നെ ആയാലും 4 ദിവസത്തോളം ചേർന്ന് ഇത്രത്തോളം 11 കുപ്പി മദ്യമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? ഇനി രണ്ടുപേരെ കൂടെ കിട്ടാനുണ്ടല്ലേ? CCTV നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ഒരു കൗതുകം. അതിനകത്ത് കയറിയിട്ട് ആൾക്കാർ, ആ 2 പേര്, ഇപ്പോൾ പിടികൂടിയ 2 ആൾക്കാർ അതിനകം മുഴുവൻ ഏതാണ്ട് പരിശോധിച്ച് നോക്കുന്നതും CCTVയിലേക്ക് നോക്കുന്നതും ഒക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ഇതതിന് പ്രീമിയം കൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും അവർ അത് മോഷ്ടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള മദ്യം എടുക്കുന്നു, അതിനുശേഷം അത് ബില്ലിങ്ങിൽ വരാത്ത രീതിയിൽ അത് കടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത്തരത്തിൽ മദ്യക്കുപ്പികളുടെ എണ്ണത്തിൽ കുറവ് കണ്ടു. എണ്ണവും ബില്ലും തമ്മിൽ കുറവ് കണ്ടപ്പോൾ സാഹചര്യത്തിലാണ് പരിശോധിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ പരിശോധനയാണ് ഇത്തരത്തിൽ ഒരു 2 കള്ളന്മാരെ പിടികൂടുന്നതിന് വേണ്ടി സഹായിച്ചത്. ഇനിയും 2 പേർ കൂടി പിടിക്കപ്പെടാനുണ്ട് എന്നാണ് ബ്യൂറോ ചീഫിൻ്റെ മാനേജർ പറയുന്നത്. അതിനുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും CCTV ഉള്ളത് വലിയ ഉപകാരമായി. മദ്യത്തെ സ്നേഹിക്കുകയും മദ്യം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ അത് പണം കൊടുത്ത് കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മദ്യപാനം അത് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്.